ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 3 സ്ക്വയർ ഐഡൻറ്റിറ്റീസിലെ 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററിലെ പേജ് നമ്പർ 53 വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നിരിക്കണേ, സീ ദീസ് കമ്പ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് കമ്പ്യൂട്ടേഷൻസ് തന്നിട്ടുണ്ട്. ഹാഫ് സ്ക്വയർ പ്ലസ് 1½ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2½ 2 is equal to 2 into 1 square. അതുപോലെ 1½ സ്ക്വയർ പ്ലസ് 2½ സ്ക്വയർ ഇസ് ഈക്വൽ ടു 8½ 8 is equal to 2 into 2 സ്ക്വയർ. പിന്നെ 2½ സ്ക്വയർ പ്ലസ് 3½ സ്ക്വയർ ഇസ് ഈക്വൽ ടു 18½ അതിൽ 18 is equal to 2 into 3 സ്ക്വയർ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റൈറ്റ് ദ നെക്സ്റ്റ് 2 ലൈൻസ് ഫോളോയിങ് ദിസ് പാറ്റേൺ. ഈ ഒരു പാറ്റേൺ അനുസരിച്ച് ഇനി അടുത്തൊരു 2 ലൈനും കൂടെ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എക്സ്പ്ലെയിൻ ദ ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് ദീസ് യൂസിങ് ആൾജിബ്ര. ഇതിൻ്റെ ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ നമ്മളോട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ജനറൽ ആൾജിബ്രിക് ഫോം നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം നമുക്കിതിൽ എന്ത് ആണ് ഈ പാറ്റേൺ എന്നൊന്ന് മനസ്സിലാക്കാം. നോക്കിയേ, 1/2 സ്ക്വയർ പ്ലസ് 1/2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2½ അതിൽ ഇവിടുത്തെ ഈ 2 എന്ന് പറയുന്നത് എങ്ങനെയാണ് 2 into 1 സ്ക്വയർ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അടുത്തതോ 1½ സ്ക്വയർ പ്ലസ് 2½ സ്ക്വയർ. അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്താണ് ഇവിടെ അടുത്ത് വരുന്നത് അല്ലേ. അപ്പോൾ 1½ സ്ക്വയർ അതിൻ്റെ കൂടെ എന്താണ് 2½ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 8½ എന്ന് കിട്ടുന്നു. ഓക്കെ, ഈ 8 എങ്ങനെയാണ് കിട്ടുന്നത്? ഈ 8 2 ഇൻറ്റു ഇവിടെയൊക്കെ 2 തന്നെയാണ്, 2 into 2 സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. 2 into 2 സ്ക്വയർ, അതായത് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 into 2 എന്ന് പറഞ്ഞാൽ 8 അല്ലേ. ഇനി അടുത്തത് 2½ സ്ക്വയർ, അതായത് ഇവിടുത്തെ ലാസ്റ്റത്തെ ഇവിടെ ഫസ്റ്റ്. അപ്പോൾ 2½ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ 1 കൂട്ടിയത്, ഇതിൻ്റെ 1 കൂട്ടിയതാണല്ലോ 1½ അരയുടെ കൂടെ 1 കൂട്ടിയ 1½ ആയി, 1½ കൂടെ 1 കൂട്ടിയ 2½ ആയി, 2½ കൂടെ 1 കൂട്ടിയ 3½ ആയി. ഓക്കെ, ഇനി ഇവിടെ എന്താണ് 18½ എന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ ഇവിടെ 18 തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് കിട്ടുന്നത്? ഈ 18 ആണ് ഇവിടെ കിട്ടുന്നത് അല്ലേ. ആ 18 എങ്ങനെയാണ് കിട്ടുന്നത്? 2 into 3യുടെ സ്ക്വയർ. ഓക്കെ, 3യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന നമ്പറുകൾ നമ്മൾ നോക്കിയാൽ മതി. 1 2 3 അങ്ങനെയാണ്. ഇവിടെ 1ൻ്റെ ഇവിടുത്തെ 1ൻ്റെ സ്ക്വയർ, ഇവിടുത്തെ 2ൻ്റെ സ്ക്വയർ, 3യുടെ സ്ക്വയർ, അങ്ങനെ. അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ അനുസരിച്ച് നെക്സ്റ്റ് 2 പാറ്റേൺ ഈസി ആയിട്ട് എഴുതാം അല്ലേ. എങ്ങനെ എഴുതാം? നെക്സ്റ്റ് ടു ലൈൻസ് അല്ലേ. നിങ്ങൾ പറഞ്ഞേ, ഇതിൻ്റെ അടുത്ത ലൈൻ എന്തായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? ഇവിടെ നമ്മൾ 1½ പ്ലസ് 2½ ഇസ് ഈക്വൽ ടു 8½ ഇവിടെ 2½ പ്ലസ് 3½ അടുത്ത എന്തായിരിക്കും? അപ്പോൾ 3½ സ്ക്വയർ പ്ലസ് 4½ അല്ലേ, 4½ സ്ക്വയർ. ഇനി ഇസ് ഈക്വൽ ടു ഇവിടുത്തെ നമ്പർ കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ നമ്പറാണ് നമ്മളിവിടെ എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇതാദ്യം എഴുതാം. അപ്പോൾ 2 into ഇതിൻ്റെ സ്ക്വയർ അല്ലേ, ഈ 4ൻ്റെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ. അപ്പോൾ 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16. 16 ഇൻറ്റു നമുക്ക് 2 ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 32 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് 32 ഈക്വൽ ടു 32. അപ്പോൾ ഈ 32 തന്നെയായിരിക്കും ഇവിടെയും വരിക അല്ലേ, ഇവിടെ. അപ്പോൾ 32½ ആയിരിക്കും ഇവിടെ വരുന്ന ആൻസർ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇനി അടുത്തും കൂടെ പറയുമ്പോൾ മനസ്സിലാവും. ഇവിടെ 3½ പ്ലസ് 4½ ആണല്ലേ. അപ്പോൾ 2½ പ്ലസ് 3½ 3½ പ്ലസ് 4½ അടുത്തതായിരിക്കും 4½ സ്ക്വയർ പ്ലസ് 5½ സ്ക്വയർ അല്ലേ. ഇനി ഈ നമ്പർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇതാദ്യം ഈ ഭാഗം ആദ്യം നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ ഇവിടെ ഈ 2 കോമൺ ആണ് അല്ലേ, അതുപോലെ ഇവിടെയും 2 കോമൺ ആണ്. ഇനി ഇവിടെ 4ൻ്റെ സ്ക്വയർ അല്ലേ, ഇവിടെ 1ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ. അപ്പോൾ അടുത്തേതായിരിക്കും 5ൻ്റെ സ്ക്വയർ. 5ൻ്റെ സ്ക്വയർ 25 അല്ലേ. 25 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50 അല്ലേ, 50 അല്ലേ. അപ്പോൾ ഇവിടെ 50. അപ്പോൾ ഇവിടെ ആൻസർ എന്തായിരിക്കും? 50½ കാരണം ഇവിടെ കിട്ടുന്ന അതേ നമ്പറാണ് ഇവിടെ എഴുതുന്നത്, പിന്നെ എല്ലാത്തിലും ഹാഫ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 50½ അപ്പോൾ ഇവർ 2 ലൈനേ നമ്മളിവിടെ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അടുത്തൊരു ലൈനും കൂടെ നമുക്ക് എഴുതി നോക്കാം. എന്തായിരിക്കും അടുത്ത ലൈൻ? അപ്പോൾ 4½ 5½ അല്ലേ. 3½ 4½ 4½ 5½ അടുത്തേതായിരിക്കും? 5½ 6½ പ്ലസ് 6½ സ്ക്വയർ. ഇനി ഇവിടുത്തെ നമ്പർ നമുക്ക് അറിയണമെങ്കിൽ ആദ്യം ഇവിടെ ചെയ്ത് നോക്കാം. അപ്പോൾ 2 into 4 സ്ക്വയർ കഴിഞ്ഞു, 5 സ്ക്വയർ കഴിഞ്ഞു, ഇവിടെ 6 അല്ലേ വന്നിരിക്കണേ. അപ്പോൾ 6ൻ്റെ സ്ക്വയർ. അപ്പോൾ 6ൻ്റെ സ്ക്വയർ എത്രയാണ്? 36. 36നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം അല്ലേ.
ഇപ്പോൾ 36നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് എന്ത് കിട്ടും? 6 2 12, 2 ബാക്കിയൊന്ന് 3 2 6 1 7. അപ്പോൾ 72 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 72.5. അപ്പോൾ ഇത് നമ്മളോട് ചോദിച്ചിട്ടില്ല. ഈ രണ്ടെണ്ണമാണ് നെക്സ്റ്റ് 2 ലൈൻ വരുന്നത്. ഓക്കെ, നിങ്ങളുടെ ആൻസറിൽ ഈ 2 ലൈൻ നിങ്ങൾ എഴുതിയാൽ മതി. ഇത് ഞാൻ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. ഇനി വേണമെങ്കിൽ നെക്സ്റ്റ് നമുക്ക് വെറുതെ പറയാം. അടുത്ത ഏതായിരിക്കും? 6.5 + 7.5. ഇവിടെ എന്ത് കിട്ടും? ഇവിടെ നമുക്ക് 7ൻ്റെ സ്ക്വയർ ഇൻറ്റു 2 കിട്ടും. അപ്പോൾ 7 7 49. 49ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 49 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 98 എന്ന് കിട്ടും. അപ്പോൾ 98.5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത പാറ്റേൺ അടുത്ത ലൈൻ അതാണ് കിട്ടുക. അപ്പോൾ ഞാൻ അതിന് എഴുതണില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 ലൈനാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത നെക്സ്റ്റ് 2 ലൈൻ എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിന് ഒരു ഓൾജിബ്രിക് ഫോം ഉണ്ടാക്കണം. ഓൾജിബ്രിക് ഫോം എന്ന് പറഞ്ഞാൽ എന്താ? എക്സും വൈ ഒക്കെ വെച്ച് നമ്മൾ എഴുതുന്ന ഫോം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നോക്കിക്കേ, ഇത് 3.5, അതുപോലെ ഇവിടെ 4.5 അല്ലേ? അതുപോലെ ഇവിടെ നമുക്ക് ഹാഫ് 1.5, അതായത് ഹാഫിൻ്റെ കൂടെ 1 കൂട്ടുമ്പോഴാണ് നമുക്കിത് കിട്ടുന്നത്. 1.5യുടെ കൂടെ വീണ്ടും 1 കൂട്ടി 2.5. അങ്ങനെയാണ് പാറ്റേൺ പോകുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ നോക്കിയേ, ഈ അരേനെ എനിക്ക് 1 - ½ എന്ന് എഴുതി കൂടെ? ഈ അരേനെ 1 - ½ എന്ന് എഴുതി കൂടെ? 1 അര പോയി അരയല്ലേ? അപ്പോൾ അതിനെ ഞാൻ എന്ത് എഴുതി? ഇങ്ങനെ എഴുതി. ഇനി പ്ലസ് ഇതിനെ നോക്കിയേ, 1/2. 1 + അര എന്ന് എഴുതി കൂടെ? അപ്പോൾ ഞാനതിനെ 1 + അര എന്ന് എഴുതി. അതിൻ്റെ സ്ക്വയർ 1 - ½ സ്ക്വയർ + 1 + ½ സ്ക്വയർ = അല്ലേ? ൻ്റെ ഭാഗം നമ്മൾ എഴുതണമെന്നില്ല. ഈ ഒരു സെക്ഷൻ നമ്മളൊരു ജനറൽ ഫോമിൽ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി അല്ലേ? അടുത്തത് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെങ്ങനെ എഴുതാം? നെക്സ്റ്റ് 1 സ്ക്വയർ + 2 സ്ക്വയർ. അതിനെങ്ങനെ എഴുതാം? 1 എന്ന് പറയുന്നത് 2 - അരയാണ് അല്ലേ? അതിൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് 2 എന്ന് പറഞ്ഞാലോ 2 + അരയാണ് അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. അപ്പോൾ ഇതെന്താണ്? ഇതിനെ 2 - അര എന്ന് എഴുതി, പ്ലസ് ഇതിനെ 2 + അര എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് തന്നെ പറയാലോ. അടുത്തത് എന്തായിരിക്കും? ഇത് 3 അര പോയതാണ് അല്ലേ? അപ്പോൾ 3 - അര സ്ക്വയർ പ്ലസ് 3 + അര സ്ക്വയർ എന്ന് എഴുതി. അപ്പോൾ നോക്കിക്കേ, ഇതൊരു ജനറൽ ഫോമുലയായിട്ട് ഇവിടെ നോക്കി 1 2 3 ഇത് മാത്രം മാറുന്നു, ബാക്കിയൊന്നും മാറുന്നില്ല അല്ലേ? അപ്പോൾ ഈ മാറുന്നതിനെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഭാഗത്ത് എക്സ് മൈനസ് അര, ഈ അര അങ്ങനെ തന്നെ ഇടാം, സ്ക്വയർ പ്ലസ്, ഇപ്പോൾ ഇതിന് എക്സ് തന്നെയല്ലേ? അപ്പോൾ എക്സ് പ്ലസ് അരയുടെ സ്ക്വയർ. അപ്പോൾ നമുക്കിതിനെ ജനറൽ ഫോർമുലയായിട്ട് നമുക്കിതിൻ്റെ എന്തെഴുതാം? എക്സ് മൈനസ് അര സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് അര സ്ക്വയർ. ഈ എക്സിന് നമ്മൾ ഏത് വാല്യൂ കൊടുത്താലും ഈ ഒരു ഫോമിലേക്ക് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ എക്സിന് 1 കൊടുത്താൽ ആദ്യത്തെ ഇത് കിട്ടും, എക്സിൻ്റെ അവിടെ 2 കൊടുത്താൽ രണ്ടാമത്തെ ഈ ഒരു ഫോം കിട്ടും, എക്സിൻ്റെ അവിടെ 3 കൊടുത്താൽ ഇത് കിട്ടും. ഓക്കെ, അങ്ങനെ പോവും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന ജനറൽ ഫോർമുല. ഇനി ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? നമുക്കറിയാമല്ലോ, എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയറും നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയറും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ചെയ്ത് നോക്കാം. അപ്പോൾ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇതെന്ന് പറയുന്നത് എന്താണ്? എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഫോമും ഇത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഫോമുമാണ് അല്ലേ? അറിയാൻ വേണ്ടി എഴുതിയതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് എങ്ങനെ എഴുതും? ഇതിൻ്റെ നമ്മൾ എക്സ്പാൻഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ? എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ. എന്താണ് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ? നിങ്ങൾ മറന്നുപോയോ? ഓർക്കുന്നില്ലേ? അതായത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ അല്ലേ? ഇങ്ങനെയായിരുന്നു അല്ലേ? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ = എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. അതുപോലെ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്തായിരുന്നു? എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ. അതായത് ഇവിടെ മൈനസ് ആവും അല്ലേ? ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇത് രണ്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതാണ് ഇവിടെ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഈ ഒരു ഫോമിൽ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് പ്ലസ് വൈക്ക് പകരം എക്സ് പ്ലസ് ഹാഫ് ആണ്, ഇവിടെ എക്സ് മൈനസ് വൈക്ക് പകരം എക്സ് മൈനസ് ഹാഫ് ആണ്. അപ്പോൾ ആദ്യം ഈ ഇക്വേഷനിൽ ഇതാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സ് മൈനസ് ഹാഫ് സ്ക്വയർ. അപ്പോൾ എക്സ് മൈനസ് ഹാഫ് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്തതിനെ? ഈ ഒരു ഫോമിൽ ആദ്യത്തെ എക്സ് സ്ക്വയർ അല്ലേ? അതങ്ങനെ തന്നെ എഴുതി. ഇനി മൈനസ് 2 ഇൻറ്റു എക്സിന് എക്സ് തന്നെ, വൈക്ക് ഹാഫ് അല്ലേ? ഇനി പ്ലസ്
വൈയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ അരയുടെ സ്ക്വയർ. ഇത് ആദ്യത്തെ സെക്ഷൻ കേട്ടോ. ഇതിൻ്റെ എക്സ്പാൻഷനാണ് ഇപ്പോൾ എഴുതിയത്. ഇനി ഇതിൻ്റെ എക്സ്പാൻഷൻ എഴുതാം. അപ്പോൾ ഈ പ്ലസ് ഇവിടെ ഉള്ളതുണ്ടല്ലോ, അതിവിടെ തന്നെ എഴുതുക. ഇനി ഇതിൻ്റെ എക്സ്പാൻഷൻ അത് ഈ ഒരു ഫോർമുലയിൽ എക്സ്പാൻഡ് ചെയ്യണം. അതായത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ, അതുപോലെ എക്സ് പ്ലസ് ഹാഫ് ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ വൈക്ക് പകരം ഹാഫാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു വൈക്ക് പകരം ഹാഫ് കൊടുക്കുക. ഇനി പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹാഫിൻ്റെ സ്ക്വയർ. ഇതിനെ നമുക്കൊന്ന് ചെറുതാക്കി എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയറിന് അവിടെ നമ്മൾ എക്സ് സ്ക്വയർ തന്നെ എഴുതാം. മൈനസ് ഈ 2 ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ. ബാക്കി എന്താ ഇവിടെ ഉണ്ടാവുക? എക്സ്. ഇനി ഇവിടെ ഹാഫിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നമ്മളെപ്പോഴും പറയാനുള്ളതാണ് ഹാഫ് ഇൻറ്റു ഹാഫ്. എത്രയാണ്? 1 ഇൻറ്റു 1 1, 2 ഇൻറ്റു 2 4, 1/4 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? പ്ലസ് 1/4. ഓക്കെ. ഇനി പ്ലസ് ഇനി ഇവിടെ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ. ഇവിടെ അതാ എക്സ് സ്ക്വയർ തന്നെ എഴുതി. ഇവിടെ എന്താ? ഈ 2 ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ ഉള്ളത്? ഇവിടെ എക്സ് ഉണ്ട്. ഇവിടെ പ്ലസ് 1/2ൻ്റെ സ്ക്വയർ 1/4 തന്നെ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കിട്ടും അല്ലേ. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് ഹാഫ് 1/4 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1/4. നോക്കിക്കേ, ഇതും ഇവിടെ ക്യാൻസൽ ചെയ്യാം, കാരണം ഇത് പ്ലസ് എക്സും ഇത് മൈനസ് എക്സും ആണ് അല്ലേ. ഇനി നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ഇവിടെ നമുക്ക് 2 എക്സ് സ്ക്വയർ ഉണ്ട് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് 2x സ്ക്വയർ എന്ന് എഴുതാം. ഇതെന്ത് എഴുതാം? 2x സ്ക്വയർ പ്ലസ് 1/4ഉം 1/4ഉം ആഡ് ചെയ്ത് എന്താ വരിക? 1/4 പ്ലസ് 1/4 എന്ന് പറഞ്ഞാൽ 2/4 അല്ലേ. 1/4 പ്ലസ് 1/4 നമ്മളെങ്ങനെ ചെയ്യാറ്? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമ്മൾ 4 അതന്നെ ഇട്ടിട്ട് മുകളിലത്തെ നമ്പേഴ്സ് ആഡ് ചെയ്യും. 1ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ 2, അങ്ങനെ 2/4 കിട്ടും. അങ്ങനെയാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് 2x സ്ക്വയർ പ്ലസ് 2/4 എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ, 1/2 എന്ന് എഴുതാം. ഇതിൻ്റെ ജനറൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടി? 2x സ്ക്വയർ പ്ലസ് 1/2 എന്ന് കിട്ടി. ഇത് ശരിയാണോ എന്നറിയാൻ ഇതിൽ എക്സിന് ഏത് കൊടുത്താലും നമുക്ക് ഈ വാല്യൂസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ എക്സിൻ്റെ അവിടെ നമ്മൾ എന്താ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? എക്സിൻ്റെ അവിടെ ഞാൻ 3 കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ കേട്ടോ ഈ ഇക്വേഷനിൽ അപ്പോൾ 2 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് ഹാഫ് എന്ന് വരും. 2 ഇൻറ്റു 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 2 ഇൻറ്റു 9. അപ്പോൾ 2 ഇൻറ്റു 9 എത്ര വരും? 18 പ്ലസ് ഹാഫ്. അതിന് നമ്മൾ 18.5 തന്നെയല്ലേ എഴുതാറ്. നോക്കിക്കേ, 3 കൊടുത്ത് 18.5 അല്ലേ കിട്ടിയിരിക്കുന്നത്. ഇതാ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഇക്വേഷൻ നമ്മൾ ഇത് നമ്മൾ എങ്ങനെ എഴുതിയത്? ഇതിനെ ഇതാ 3 മൈനസ് ഹാഫ് സ്ക്വയർ പ്ലസ് 3 പ്ലസ് ഹാഫ് സ്ക്വയർ എന്ന് എഴുതിയത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ ഇക്വേഷൻ നമ്മളിത് ഇങ്ങനത്തെ ഡിറൈവ് ചെയ്തെടുത്തു. അപ്പോൾ അതിൽ നമ്മൾ ഈ വാല്യൂ കൊടുത്ത് നോക്കിയാൽ നമുക്ക് അതേ ആൻസർ കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾ ഇത് വേണമെങ്കിൽ ഇത് കൊടുത്ത് നോക്കാം. 2 കൊടുത്ത് നോക്കൂ. 2 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 8.5 എന്ന് ഉത്തരം കിട്ടും. നോക്കിയേ, 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4. 4 ഇൻറ്റു 2 8. 8 ആൻഡ് പ്ലസ് ഹാഫ് എന്ന് പറഞ്ഞാൽ 8.5. അപ്പോൾ ഇത് കിട്ടിയില്ലേ. അപ്പോൾ ഈ ഒരു ഇതാണ് നമ്മുടെ അതിൻ്റെ ജനറൽ ഇക്വേഷൻ, ഓൾജിബ്രിക് ഇക്വേഷൻ. ഇവിടെ പറഞ്ഞില്ലേ ഓൾജിബ്ര യൂസ് ചെയ്ത് ജനറൽ ഓൾജിബ്രിക് ഇക്വേഷൻ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇതാണ് അതിൻ്റെ ജനറൽ ഓൾജിബ്രിക് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ കുറച്ച് ഐഡൻറ്റിറ്റീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതൊക്കെയായിരുന്നു? 2 എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. പിന്നത്തെയാണ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇവിടെ മൈനസ് ആയി അല്ലേ. ഇപ്പോൾ ഇത് മൈനസ് ആവും. എക്സ് സ്ക്വയർ മൈനസ് 2xy, ഇവിടെ മാറ്റമൊന്നുമില്ല, പ്ലസ് വൈ സ്ക്വയർ. ഈ 2 ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചു. ഇനി ഇത് കൂടാതെ നമുക്ക് 2 ഐഡൻറ്റിറ്റി കൂടെ, 2 അല്ല 3 ഐഡൻറ്റിറ്റി കൂടെ ഇതിൽ ഈ ചാപ്റ്ററിൽ പഠിക്കണം. അപ്പോൾ നിങ്ങളതും കൂടെ പഠിച്ചു വയ്ക്കുക. ഇതിനെ നമുക്ക് വേറൊരു ഫോമിലും കൂടെ എഴുതാം. ഇതിന് ഈ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയറിന് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു വേറെ ഇക്വേഷൻ കൂടി ഉണ്ട് ഇതിന്, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 4xy. ഓക്കെ, ഇതിനെ നമുക്ക് ഇങ്ങനെയും എക്സ്പാൻഡ് ചെയ്യാം. വേറെ എക്സ്പാൻഷൻ കൂടെ ഉണ്ട്, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 4xy. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കണം. പിന്നെ ഇനി എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ.
ഇത് വേറൊരു ഐഡൻറ്റിറ്റിയാണ്. ഇനി അടുത്തത് ലാസ്റ്റത്തെ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത്രയും ഐഡൻറ്റിറ്റി നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് 2 ഐഡൻറ്റിറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചതും അത് വെച്ച് പ്രോബ്ലംസൊക്കെ ചെയ്തതുമാണ്. ഇനി നമ്മൾ ഏതൊക്കെ പഠിക്കണം? ഇതിൻ്റെ തന്നെ വേറൊരെണ്ണം എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 4xy. എളുപ്പമല്ലേ പഠിക്കാൻ? ഇനി എക്സ് വൈയോ, എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഒരു 2 നമ്പറുകളുടെ മൾട്ടിപ്ലിക്കേഷൻ. അതിന് നമുക്ക് എക്സ് പ്ലസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, 2 സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ, അതായത് ഇൻറ്റു ചെയ്യാൻ തന്നാൽ, ഇപ്പോൾ എക്സ് ഒരു നമ്പർ വൈ ഒരു നമ്പർ, അങ്ങനെ 2 നമ്പറുകൾ ഇൻറ്റു ചെയ്യാൻ വന്നാൽ നമുക്ക് ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. എക്സ് പ്ലസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ബൈ 2 ഹോൾ സ്ക്വയർ. അടുത്തത് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് തന്നാൽ നമുക്ക് എന്തെഴുതാം? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. ഈ ഒരു ഫോർമുലയും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ഫോർമുലകളൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഈ ഐഡൻറ്റിറ്റീസൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ നന്നായിട്ട് പഠിച്ചു വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന പ്രോബ്ലംസിൽ നമുക്ക് ഈ ഫോർമുലകളൊക്കെ യൂസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ നമുക്കിതിൽ ഓരോന്നും അറിഞ്ഞിരുന്നാൽ മാത്രമേ ആ പ്രോബ്ലംസൊക്കെ നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് പേജ് നമ്പർ 53-ലെ ക്വസ്റ്റ്യൻ നമ്പർ 2, രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. സം നാച്ചുറൽ നമ്പേഴ്സ് ക്യാൻ ബി റിട്ടൺ ആസ് ദ ഡിഫറൻസ് ഓഫ് 2 perfect squares in 2 different ways. For example, 24 is equal to 7 square minus 5 square is equal to 5 square minus 1 square. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിരിക്കുന്നത് ചില നാച്ചുറൽ നമ്പേഴ്സിനെ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കി എഴുതാം. അതും ഇൻ 2 different ways, 2 തരത്തിൽ എഴുതാം. അതായത് ഇപ്പോൾ നോക്കിയേ, 24 ഒരു നാച്ചുറൽ നമ്പറാണല്ലേ. അപ്പോൾ 24 ഒരു നാച്ചുറൽ നമ്പറാണ്. അതിനെ 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആക്കി എഴുതിക്കുന്നത് കണ്ടോ? അതായത് 7 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49, 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. 49 25 മൈനസ് ചെയ്താൽ നമുക്ക് 24 കിട്ടും. അതുപോലെ തന്നെ ഇതോ 5 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25, 25 എന്ന് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1, 25 എന്ന് 1 കുറച്ച് 24 അല്ലേ. അപ്പോൾ ഇങ്ങനൊരു രീതിയിലും നമുക്ക് എഴുതാം, ഇങ്ങനൊരു രീതിയിലും നമുക്ക് എഴുതാം. അതാണ് പറയുന്നത് ഇൻ 2 different ways നമുക്ക് ഒരു നാച്ചുറൽ നമ്പറിനെ 2 രീതിയിൽ പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കി എഴുതാം. ഓക്കെ, ഇവിടെ നോക്കിയേ 32, 9 സ്ക്വയർ മൈനസ് 7 സ്ക്വയറും നമുക്ക് 32 കിട്ടും, 6 സ്ക്വയർ മൈനസ് 2 സ്ക്വയറും നമുക്ക് 32 കിട്ടും. അടുത്ത് 40, ഇതൊക്കെ എന്താണ്? 8ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. ഓക്കെ, ഈ നമ്പേഴ്സൊക്കെ 8ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ. അത് നമ്മൾ നെക്സ്റ്റ് ലൈനിൽ പറയുന്നുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. റൈറ്റ് ദ നെക്സ്റ്റ് ഫ്യൂ മൾട്ടിപ്പിൾസ് ഓഫ് 8. ഇത് എത്രയാണ്? 8 ഇൻറ്റു 3 അല്ലേ. ഇത് 8 ഇൻറ്റു 4, ഇത് 8 ഇൻറ്റു 5. അപ്പോൾ അടുത്തത് 8 ഇൻറ്റു 6, പിന്നെ 8 ഇൻറ്റു 7 അങ്ങനെ പോവും. അപ്പോൾ 8ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് ഈ വരുന്ന നമ്പേഴ്സ്. ഇനി അതിനെ നമുക്കിതുപോലെ 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കി എഴുതാം. അതും 2 രീതിയിൽ എഴുതാം. അതായത് ഇത് 2 നമ്പർ വെച്ചിട്ട് എഴുതി, ഇത് വേറെ 2 നമ്പർ വെച്ചിട്ടും എഴുതി, സെയിം ആൻസറാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അങ്ങനെ നമ്മളോട് ഇനി പറയുന്നത് എക്സ്പ്ലെയിൻ ആൾജിബ്രിക്കലി. അതുപോലെ നമ്മളോട് പറയുന്നുണ്ട് അടുത്ത 2 ലൈൻ നമ്മളോട് എഴുതാൻ. റൈറ്റ് ദ നെക്സ്റ്റ് ഫ്യൂ മൾട്ടിപ്പിൾസ്. കുറച്ച് എണ്ണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 2 3 എഴുതി നോക്കാം. ഇതുപോലെ നെക്സ്റ്റ് 3 നമ്മൾ എഴുതണം, അത് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ ഇതിനെ ആൾജിബ്രിക്കലി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണം. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ചെയ്ത പോലെ ഇതിനൊരു ആൾജിബ്രിക് പാറ്റേൺ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ എന്താണ്? നമുക്കിതിൻ്റെ അടുത്ത കണ്ടിന്യൂഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതെന്താ? ഇത് 8 ഇൻറ്റു 3 അല്ലേ, ഇത് 8 ഇൻറ്റു 4, ഇത് 8 ഇൻറ്റു 5. അപ്പോൾ അടുത്ത ഏത് വരും? അടുത്ത നമ്പർ അതായത് 8 ഇൻറ്റു 3 ആണ് 24, 8 ഇൻറ്റു 4 32, 8 ഇൻറ്റു 5 40. അപ്പോൾ അടുത്തത് 8 ഇൻറ്റു 6 അല്ലേ, അത് എത്രയായിരിക്കും? 48, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ 7ൻ്റെ സ്ക്വയർ, 9ൻ്റെ സ്ക്വയർ, 11ൻ്റെ സ്ക്വയർ നോക്കിയേ, ഒക്കെ ഓഡ് നമ്പേഴ്സാണ്. അടുത്ത ഓഡ് നമ്പർ ഏതാ? 13 അല്ലേ. അപ്പോൾ അവിടെ 13ൻ്റെ സ്ക്വയർ മൈനസ് ഇവിടെ നോക്കിയേ 5, 7,
9. അടുത്ത ഓഡ് ഇതൊക്കെ ഓഡ് നമ്പർ ആണല്ലേ. അപ്പോൾ അടുത്ത ഓഡ് നമ്പർ ഏതായിരിക്കും? 5 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 9 കഴിഞ്ഞ് അടുത്തത് 11. അപ്പോൾ ഇവിടെ 11 സ്ക്വയർ. ഓക്കെ, ഈക്വൽ ടു ഇനി ഇവിടെ 5, 6, 7. അപ്പോൾ അടുത്തത് എത്രയായിരിക്കും? 8ൻ്റെ സ്ക്വയർ മൈനസ് ഇവിടെ 1ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ. അപ്പോൾ അടുത്ത ഏതായിരിക്കും? 4ൻ്റെ സ്ക്വയർ. ഇനി ഇത് ശരിയാണോ നോക്കാം. 13ൻ്റെ സ്ക്വയറും 11ൻ്റെ സ്ക്വയർ കുറച്ചുണ്ടെങ്കിൽ നമുക്ക് 48 കിട്ടും. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. കറക്റ്റ് ആയിരിക്കും, അങ്ങനെ കിട്ടും കേട്ടോ. ഇനി 8ൻ്റെ സ്ക്വയർ മൈനസ് 4 സ്ക്വയർ, അതും നമുക്ക് എന്ത് കിട്ടും? 48 എന്ന് കിട്ടും. ഇനി അടുത്തത് എഴുതാലോ. അടുത്തത് 8 × 7 ആയിരിക്കും അല്ലേ. 7 എത്രയാണ്? 56. നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ 13ൻ്റെ സ്ക്വയർ. അപ്പോൾ അടുത്ത ഏതായിരിക്കും? 13 കഴിഞ്ഞ് വരുന്ന ഓഡ് നമ്പറാണ് എഴുതേണ്ടത്. കാരണം ഇതൊക്കെ നമ്മൾ നോക്കൂ പാറ്റേൺ 7, 9, 11. ഇപ്പോൾ 13 എഴുതി. അടുത്ത ഏതായിരിക്കും? 15 ആയിരിക്കും അല്ലേ. 15ൻ്റെ സ്ക്വയർ. ഇവിടെ 11 ആണെങ്കിൽ അടുത്ത ഓഡ് നമ്പർ എഴുതണം. അടുത്ത ഓഡ് നമ്പർ ഏതാണ്? അടുത്ത ഓഡ് നമ്പർ 13ൻ്റെ സ്ക്വയർ ഈക്വൽ ടു. ഇവിടെ ഓഡ് നമ്പർ അല്ല, ഇവിടെ നാച്ചുറൽ നമ്പറിൻ്റെ പാറ്റേണാണ്. 5, 6, 7, 8. അപ്പോൾ അടുത്തത് 9ൻ്റെ സ്ക്വയർ. ഇവിടെ നോക്കിയേ 1, 2, 3, 4. അപ്പോൾ അടുത്തത് ഏതായിരിക്കും? 5ൻ്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് അടുത്ത 8ൻ്റെ മൾട്ടിപ്ലൈ ആയിട്ടുള്ള 56നെ ഇങ്ങനെ എഴുതാം. അതായത് 2 ഡിഫറെൻറ്റ് വേസിൽ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കി എഴുതി. ഓക്കെ, അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് അടുത്ത 2 ലൈനും കൂടെ നമ്മൾ എഴുതി. അടുത്ത ലൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നുള്ളൂ. 8 എത്രയാണ്? 8 ഇൻറ്റു അടുത്തും കൂടെ വേണമെങ്കിൽ എഴുതാം. 8 ഇൻറ്റു 8 എത്രയാണ്? 64 അല്ലേ. അതിന് നമുക്ക് എന്ത് എഴുതാം? ഇതിൻ്റെ അടുത്ത നമ്പർ ഏത് വരും? 15 കഴിഞ്ഞാൽ വരുന്ന ഓഡ് നമ്പർ 17 അല്ലേ. അതിൻ്റെ സ്ക്വയർ മൈനസ് 13 കഴിഞ്ഞ് അടുത്തത് വരുന്നത് ഓഡ് നമ്പർ 15, അതിൻ്റെ സ്ക്വയർ ഈക്വൽ ടു. ഇവിടെ നാച്ചുറൽ നമ്പേഴ്സാണ് വരുന്നത്. 5, 6, 7, 8, 9. അടുത്തത് 10ൻ്റെ സ്ക്വയർ മൈനസ് ഇവിടെ 1, 2, 3, 4, 5. അടുത്തത് 6ൻ്റെ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇപ്പോൾ 3 ലൈൻ നമ്മൾ എഴുതി. ഓക്കെ, ഇത് എഴുതേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതിയതാണ്. അതായത് 8ൻ്റെ മൾട്ടിപ്പിൾസ് ആണ് ഇതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പാറ്റേൺസൊക്കെ കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനൊരു ഓൾജിബ്രിക് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനൊരു ഓൾജിബ്രിക് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാമെന്ന് നോക്കാം. ഇതിൻ്റെ ഓൾജിബ്രിക് ഫോം കണ്ടുപിടിക്കാനായിട്ട് ഞാൻ കുറച്ച് ഐഡൻറ്റിറ്റീസ് പഠിക്കാൻ പറഞ്ഞിരുന്നില്ലേ. അതായത് കുറച്ച് മുമ്പേ ഈ ഐഡൻറ്റിറ്റീസ്, അതിൽ ഈ ഐഡൻറ്റിറ്റി ഇല്ലേ, അതായത് ഈ തേർഡ് വൺ, ഈ ഐഡൻറ്റിറ്റി, അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഐഡൻറ്റിറ്റി ഒന്നിവിടെ എടുത്ത് എഴുതാം ഞാൻ. അതായത് എക്സ് മൈനസ് വൈ ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ മൈനസ് 4xy എന്ന് എഴുതുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ ഈ ഫോമിനെ ഞാൻ ആദ്യം ഈ 4xyനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്, ഇതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ 4xy ഇസ് ഈക്വൽ ടു, ഇത് ഇങ്ങോട്ട് വന്നു. അപ്പോൾ അത് പ്ലസ് ആയി. ഇനി ഇതിവിടെ ഉണ്ട് അല്ലേ, എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ ഇവിടെ ഉണ്ട്. ഇത് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? മൈനസ്. ഈ ടേം മൈനസ് ആവും. എക്സ് മൈനസ് വൈ ഓൾ സ്ക്വയർ. അപ്പോൾ ഈ ഒരു ഫോം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റി നമ്മളിവിടെ യൂസ് ചെയ്യാം. അപ്പോൾ നോക്കിക്കേ, നമ്മളിപ്പോൾ യൂസ് ചെയ്ത ഐഡൻറ്റിറ്റി എന്താണ്? 4xy ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഓൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ഓൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. ഈ ഐഡൻറ്റിറ്റി നിങ്ങൾ പഠിച്ചിരിക്കണം, എന്നാലും നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഐഡൻറ്റിറ്റി വെച്ചിട്ട് ഇതിനൊരു ആൾജിബ്രിക് ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാം. ഇനി 4xy എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ ഫസ്റ്റ് കേസാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ 24 അല്ലേ. അപ്പോൾ 4 × x × y എന്ന ഫോമിൽ നമുക്ക് ഈ 24നെ എഴുതണം. അപ്പോൾ 4 ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ 4 × എക്സിന് എന്ത് കൊടുക്കാം? 4 × എത്രയാണ്? 24, 6 അല്ലേ. 6 എഴുതി. ഇൻറ്റു വൈക്ക് നമുക്ക് 1 കൊടുക്കാം. നോക്കിയേ, 4 × 6 × 1 24. അപ്പോൾ ഇത് 4 × x × y ഫോം ആയില്ലേ. ഇത് x, 1 y. ഓക്കെ, ഇനി ഇവിടെ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴോ ഇക്വേഷനിൽ എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ എക്സിന് നമ്മൾ 6 കൊടുക്കുക അല്ലേ. 6 + 1ൻ്റെ സ്ക്വയർ മൈനസ്, ഇനി എക്സിന് 6 തന്നെ കൊടുക്കുക, വൈയുടെ അവിടെ 1 മൈനസ് 1 ഓൾ സ്ക്വയർ. അപ്പോൾ ഈ ഒരു എക്സ്പാൻഷനിൽ നമ്മളിതിനെ കൊടുത്തു. ഇത് നോക്കിക്കേ, 6 + 1 7, 7ൻ്റെ സ്ക്വയർ മൈനസ് 6 - 1 എത്രയാണ്? 5, 5ൻ്റെ സ്ക്വയർ.
ഇസ് ഈക്വൽ ടു ഇത് 24 എന്ന് കിട്ടും അല്ലേ. നോക്കിയേ 24 ഇസ് ഈക്വൽ ടു ഇതാ ഇത് കിട്ടിയില്ലേ 7² മൈനസ് 5². അപ്പോൾ നമുക്ക് ഈ ഒരു ഐഡൻറ്റിറ്റി വെച്ചിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റി അല്ലേ. ഇനി അടുത്തത് നമുക്ക് ഓൾജിബ്രിക്കലി എങ്ങനെ ചെയ്യാമെന്ന് എഴുതാം. ഇത് ഇനി ഈ സെക്കൻഡ് ശരിയാണോ നോക്കണ്ടേ. 5² മൈനസ് 1² കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യും, അത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഈ 24നെ ഇതുപോലെ അല്ലാതെ വേറെ രീതിയിൽ എഴുതാൻ പറ്റുമോ നോക്കാം. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 4xyനെ 4 എന്ന് തന്നെ ഇവിടെ എഴുതുക. ഇനി എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കുക, ഈ 6നെ നമ്മൾ 3 × 2 എന്ന് എഴുതാം. ഓക്കെ, 3 × 2. അപ്പോൾ ഇവിടെ എന്തായി 4 × 3 നമുക്ക് എന്ത് കിട്ടും 12 എന്ന് കിട്ടി. 12 × 2 24 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു നമ്പറിനെ 3 × 2 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് 3യും വൈ എന്ന് പറയുന്നത് 2 ആയി അല്ലേ. ഇനി ഇതേ ഇക്വേഷനിൽ എക്സിനും വൈക്കും എക്സിന് 3 എന്നും വൈക്ക് 1 എന്നും കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതാ ഈ ഇക്വേഷനിൽ എക്സിന് പകരം 3 കൊടുക്കുക. അപ്പോൾ 3 പ്ലസ് വൈയുടെ അവിടെ 2 കൊടുക്കുക. 3 + 2 ഹോൾ സ്ക്വയർ മൈനസ് ഇവിടെ 3 എന്ന് കൊടുത്തു എക്സിന്, വൈക്ക് -2 അല്ലേ. 3 - 2 ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 24 തന്നെ കിട്ടും അല്ലേ. ഇസ് ഈക്വൽ ടു 3 + 2 5² മൈനസ് 3 - 2 എന്ന് പറഞ്ഞാൽ 1 അല്ലേ, 1ൻ്റെ സ്ക്വയർ. ഇപ്പം നോക്കിയേ നമുക്കിത് കിട്ടിയില്ലേ. അപ്പോൾ ഇത് ഇവിടെ അതും പ്രൂവ് ചെയ്തു. അപ്പോൾ ഇതിനെ നമ്മൾ ആ രണ്ട് ഫോമിലും നമ്മൾ എഴുതാനായിട്ട് പഠിച്ചു. ഇനി നമുക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ ഇത് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഇവിടുത്തെ നമ്പർ 32. അപ്പോൾ നമ്മുടെ 4xy ഇസ് ഈക്വൽ ടു x + y ഹോൾ സ്ക്വയർ മൈനസ് x - y ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൽ ഇനി 32 വരണം. 32 വരണമെങ്കിൽ എങ്ങനെ കൊടുക്കണം, 4 × എത്രയാണ് 32 8 അല്ലേ. പിന്നെ വൈക്ക് ഇൻറ്റു 1 എന്ന് കൊടുക്കാം. ഇനി ഇതിൽ ഇത് x 8ഉം y 1ഉം ആണ്. അപ്പോൾ ഇവിടെ 8 + 1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. എക്സിന് 8 കൊടുത്തു, വൈക്ക് 1 കൊടുത്തു, മൈനസ് എക്സിന് വീണ്ടും 8 കൊടുക്കുക, വൈക്ക് 1 കൊടുക്കുക. ഓക്കെ, ഇനി ഇത് നമുക്ക് 34 എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു 8 + 1 9ൻ്റെ സ്ക്വയർ മൈനസ് ഇത് 7ൻ്റെ സ്ക്വയർ. ഓക്കെ, 9ൻ്റെ സ്ക്വയർ മൈനസ് 7ൻ്റെ സ്ക്വയർ അല്ലേ 34 കിട്ടിയത്. ഇത് 32 കേട്ടോ, 34 അല്ല 32. 32 കിട്ടിയത് 8 × 4 32 അല്ലേ. 32 കിട്ടിയത് 9² - 7². ഇനി നമുക്ക് ഇതും കൂടെ കറക്റ്റ് ആണോ നോക്കാം അല്ലേ, വേറൊരു ഫോം. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെഴുതാൻ വേണ്ടി നിങ്ങൾ ഇതിനെ വീണ്ടും മാറ്റിയത്. അപ്പോൾ ഈ 8നെ 4 × 2 എന്ന് എഴുതിയാലും മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4 × 2 എന്ന് എഴുതാം. അപ്പോഴും നമുക്ക് എന്താണ് ഈ ഇതിനെ മാറ്റി കൊടുത്തു. ഇത് 4 × 8 × 1 ആണ്. അടുത്തത് ഞാൻ ഈ 32നെ 4 × 4 × 2 എന്ന് എഴുതിക്കൂടെ, കാരണം 4 × 4 16, 16 × 2 32. ഇനി ഇതിന് എക്സിന് 4ഉം വൈക്ക് 2ഉം കൊടുക്കുക. അപ്പോൾ ഈ ഇക്വേഷനിൽ വീണ്ടും എക്സ്പാൻഡ് ചെയ്യാൻ കൊടുക്കുക. x + 4 എന്നുള്ളടത്ത് 4 + 2 ഹോൾ സ്ക്വയർ മൈനസ് 4 - 2 ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ ഇവിടെ 4 + 2 എത്ര കിട്ടും നിങ്ങൾക്ക്, 6² മൈനസ് 4 - 2² എന്ന് പറയുമ്പോൾ 2². ഓക്കെ, 6² - 2² എന്ന് കിട്ടിയില്ലേ. അപ്പോൾ നമ്മളിത് ഓൾജിബ്രിക്കലി എങ്ങനെയാണ് 8ൻ്റെ മൾട്ടിപ്പിൾ എഴുതാമെന്ന് നമ്മൾ എഴുതി. ഇതുപോലെ നമുക്ക് എല്ലാ നമ്പറിനെയും എഴുതാനായിട്ട് പറ്റും.